നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. സെക്രട്ടേറിയറ്റ് OA എക്സൈസ് ഒക്കെ പരീക്ഷ എടുത്തു കഴിഞ്ഞു അല്ലേ? നമുക്കൊരു നല്ലൊരു റിവിഷനുമായിട്ട് പോവാം. മാക്സിമം കുറേ പേര് സെക്രട്ടേറിയറ്റ് OAയിലെ മെയിൻ ലിസ്റ്റിൽ വന്നു. ഇല്ലാത്തവരും ഇല്ലാന്ന് പ്രതീക്ഷിച്ച് ഇല്ല ഞാൻ കാണത്തില്ല എന്ന രീതിയിൽ ഇരുന്നവരെല്ലാം ഇപ്പം വന്നപ്പോഴത്തേക്ക് ടെൻഷനായി കാണും. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിൽ പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സൈസിന്റെ പരീക്ഷ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഞാനും പറ്റുന്നതാണെങ്കിൽ മാക്സിമം റിവിഷൻ നടത്തി തരാം. പക്ഷേ നിങ്ങൾ കറക്റ്റ് ഒരു ഓർഡറിൽ പോർഷൻ ബേസ് വെച്ച് പഠിക്കണം. കറണ്ട് അഫേഴ്സ് ഒക്കെ നല്ല പ്രാധാന്യം കൊടുത്തോ. കറണ്ട് അഫേഴ്സ്, സുപ്രധാന നിയമങ്ങൾ, ഭരണഘടന, ഇക്കണോമിക്സ്, ഇതിനൊക്കെ പ്രാധാന്യം. 10th ലെവൽ സെക്രട്ടേറിയറ്റ് OA 10th ലെവൽ ആയിട്ട് കഴിഞ്ഞ LDC ഒക്കെ പഠിച്ചവരെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കുക. പിന്നെ കറണ്ട് അഫേഴ്സ് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ മതി. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മതി. ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊന്ന് റിവിഷൻ നടത്തി നോക്കാം. മാക്സിമം ഓരോന്ന് റിവിഷൻ നടത്തി നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. സുനിത വില്യംസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. സുനിത വില്യംസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ അല്ലെ, സുനിത വില്യംസ് ആരാന്നൊക്കെ നമുക്കറിയാം. ആരാ? കൽപ്പന ചൗളയ്ക്ക് ശേഷം ആദ്യ ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ അല്ലെ. കൽപ്പന ചൗളയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇന്ത്യൻ വംശജ, അല്ലെങ്കിൽ കൽപ്പന ചൗളയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോകുന്ന ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആര് വരുന്നത്? സുനിത വില്യംസ് പോകുന്നത്. ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ വരുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് സുനിത വില്യംസിന്റെ ഒരു ചോദ്യം കാണും. നമുക്ക് നോക്കാം. ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് റിവിഷൻ നടത്തി നോക്കാം. സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത് 2024 ജൂൺ 5-നാണ്. കറക്റ്റ് ഡേറ്റ് കറക്റ്റ് ആണ്. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസ് സ്റ്റാർലൈൻ എന്ന പേടകത്തിലാണ്. കറക്റ്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റില്ല. സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത് 2024 ജൂൺ 5-ന് സ്റ്റാർലൈൻ എന്ന പേടകം. സുനിത വില്യംസിന്റെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് സ്പേസ് X-10 എന്നാണ്. ശരിയാണ്. സുനിത വില്യംസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന തിരിച്ചെത്തിച്ചിരുന്നില്ലേ, ആ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് സ്പേസ് X-10 എന്നാണ്. അതിലും തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. സുനിത വില്യംസ് ലാൻഡ് ചെയ്ത സ്ഥലം ഫ്ലോറിഡയുടെ തീരത്തുള്ള മെക്സിക്കൻ ഉൾക്കടലിലാണ്. കറക്റ്റ് ആണ്. അത് ലാൻഡ് ചെയ്തത് ഫ്ലോറിഡയുടെ തീരത്തുള്ള മെക്സിക്കൻ ഉൾക്കടൽ. 256 ദിവസത്തെ ബഹിരാകാശ ജീവിതം പൂർത്തീകരിച്ച് സുനിത വില്യംസും ബുച്ച് വിൽമൂറും 2025 മാർച്ച് 19-ന് ഭൂമിയിൽ തിരിച്ചെത്തി. ശരിയാണ്. ഡേറ്റ് കറക്റ്റ് ആയി. 2025 മാർച്ച് 19-ന്. അപ്പൊ സുനിത വില്യംസിന്റെ കൂടെ ആരാ നേതൃത്വം കൊടുത്തത്? ബുച്ച് വിൽമൂർ അല്ലെ. അതും കറക്റ്റാ. പക്ഷെ പിന്നെ അവിടെ എന്താ 4 തെറ്റ്? ഇവിടെ ഒരു 256 ദിവസം എന്ന് പറയുന്നത് തെറ്റല്ലേ? 256 അല്ല, 286 ദിവസത്തെ ബഹിരാകാശ ജീവിതം പൂർത്തീകരിച്ചാണ് സുനിത വില്യംസും ബുച്ച് വിൽമൂറും 2025 മാർച്ച് 14-ന് വന്നത്. അപ്പം നാലാമത്തെ ഓപ്ഷനിൽ ചെറിയൊരു തെറ്റുണ്ട്. എത്ര ദിവസമായിരുന്നു ബഹിരാകാശത്ത് ചെലവഴിച്ചത്? 286 ദിവസം. അപ്പം ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആരായിരുന്നത്? ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സുനിത വില്യംസ് പോയത് 2006-ൽ പോകുന്നുണ്ട്. 2006 ഡിസംബർ 9-ന് ഡിസ്കവറി എന്ന വാഹനത്തിൽ സുനിത വില്യംസ് ആദ്യമായിട്ട് ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്നു. ഓട്ടെ, സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇപ്പൊ ഈ നടന്നത്. 2024 ജൂൺ 5-ന് മൂന്നാമത്തെ ബഹിരാകാശ യാത്ര. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയായിരുന്നു ബഹിരാകാശത്തിരുന്ന്. അത് നോക്കാം. ഓക്കെ, അപ്പൊ സുനിത വില്യംസിന്റെ 2-3 ചോദ്യങ്ങൾ ഓർത്ത് നോക്കുക. സ്പേസ് X-10 ആണ്. ആ വാഹനത്തിന്റെ പേരുണ്ടോ? ഓർമ്മയുണ്ടോ? സ്പേസ് X-9 ഡ്രാഗൺ. ആ വാഹനം സുനിത വില്യംസ് പോയ പേടകത്തിന്റെ പേര് ചോദിച്ചാൽ സ്പേസ് X-9 ഡ്രാഗൺ എന്നാണ്. ഡ്രാഗൺ എന്നാണ്. ഓക്കെ, അപ്പൊ ദൗത്യത്തിന്റെ പേരെന്താ? സ്പേസ് X-10. ഇങ്ങോട്ട് എത്തിച്ച ദൗത്യത്തിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യൻ വംശജ ആരാ? കൽപ്പന ചൗളയാണ് അല്ലെ. കൽപ്പന ചൗള ഏത് സംസ്ഥാനമോ? ഹരിയാന. ഹരിയാനയിലെ കർണാലുകാരിയാണ്. 1997 നവംബർ 19-നാണ് ബഹിരാകാശത്ത് കൽപ്പന ചൗള പോകുന്നത്. ഓർത്തു വെച്ചിരിക്കുക. പക്ഷെ 2003 ഫെബ്രുവരി 1-ന് കൊളംബിയ ദുരന്തത്തിൽ ആര് കൊല്ലപ്പെടുന്നു? നമ്മുടെ അപകടത്തിൽ കൽപ്പന ചൗള മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഈ ബഹിരാകാശത്ത് മൂന്നാമത്തെ ഒരു ഇന്ത്യൻ വംശജ പോയായിരുന്നല്ലോ. ആരായിരുന്നു? ഒന്നാമത്തത് കൽപ്പന ചൗള, രണ്ടാമത്തത് സുനിത വില്യംസ്. ബഹിരാകാശത്ത് പോയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സിരിഷ ബാന്ദില അല്ലെ. സിരിഷ ബാന്ദിലയാണ് മൂന്നാമത്തെ ഇന്ത്യൻ വംശജ. ആന്ധ്രാപ്രദേശുകാരിയായിരുന്നു മൂന്നാമത്തെ ഇന്ത്യൻ വംശജ അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ആകാൻ പോകുന്ന വ്യക്തിയുടെ പേരെന്താ? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റുകാരൻ എന്ന് വിളിക്കുന്നത് ഗോപി ചന്ദ് തോട്ടക്കുറ. ഗോപി ചന്ദ് തോട്ടക്കുറയാണ് ബഹിരാകാശ
ബഹിരാകാശത്തെ ആദ്യത്തെ ഇന്ത്യയുടെ ടൂറിസ്റ്റുകാരൻ എന്ന് പറയുന്നത്. അതും ആന്ധ്രാപ്രദേശുകാരനാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ബഹിരാകാശത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റുകാരൻ, ഇന്ത്യൻ ടൂറിസ്റ്റുകാരൻ എന്ന് വിളിക്കുന്നത്. പേരെന്താ? ഗോപിചന്ദ് തോട്ടക്കുറ എന്ന്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാരാണ്? അത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ്. ഏത് സംസ്ഥാനത്തുകാരനാ? ഗുജറാത്ത് അഹമ്മദാബാദുകാരനാണ് വിക്രം സാരാഭായി. ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് പറയുന്നത്. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് റിമോട്ട് സെൻസിംഗ്, ആഗസ്റ്റ് 12. അപ്പൊ ആഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? വിക്രം സാരാഭായിയുടെ തന്നെ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ച സംഘടനയല്ലേ ഇൻകോസ്പാർ എന്ന് പറയുന്നത്? 1962 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 1962 തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഒക്കെ വരുന്നു. തൊട്ടടുത്ത വർഷം തുമ്പയിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വരുന്നു. തുമ്പയിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നു. ആദ്യത്തെ റോക്കറ്റ് ഏതാ? നൈക്ക് അപ്പാച്ചെ, 1963. അപ്പൊ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേരെന്തായിരുന്നടെ? നൈക്ക് അപ്പാച്ചെ. ഏത് വർഷമാണ്? 1963 തുമ്പയിൽ നിന്നും ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപണം. അപ്പൊ തുമ്പ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, അതുപോലെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ഇതിന്റെയൊക്കെ ശില്പി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വിക്രം സാരാഭായി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് പറയുന്നത്. ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം. അതുപോലെ നമ്മൾ ദേശീയ ബഹിരാകാശ ദിനം ഇപ്പൊ ആചരിച്ചല്ലോ അല്ലെ? ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നായിരുന്നു ദേശീയ ബഹിരാകാശ ദിനം? ഓഗസ്റ്റ് 23. അതായത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തത് അല്ലെ? അതുകൊണ്ട് ഓഗസ്റ്റ് 23 ഏത് ദിനമായിട്ട് പറയുന്നത്? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പറയുന്നു. ഓഗസ്റ്റ് 23. 2023 ജൂലൈ മാസം 14 2023 ജൂലൈ മാസം 14 വിക്ഷേപിക്കുന്നു. ആഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്നു. ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ വിജയകരമായി എത്തിച്ചേരുന്നു അല്ലെ? ചന്ദ്രയാൻ 3 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ വിജയകരമായി എത്തിക്കുന്നത്. ഭ്രമണപഥത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5 പറയാവോ? ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ചോദിച്ചാൽ. ചന്ദ്രയാന്റെ ലാൻഡറിന്റെ പേരെന്തായിരുന്നടേ? ലാൻഡറിന്റെ പേര് വിക്രം എന്നും ചന്ദ്രയാന്റെ റോവറിന്റെ പേരെന്തായിരുന്നു? ചന്ദ്രയാന്റെ റോവറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ പ്രഗ്യാൻ എന്നുമായിരുന്നു. ചന്ദ്രയാന്റെ റോവറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ പ്രഗ്യാനുമായിരുന്നു. ഒരു പരീക്ഷയ്ക്ക് ഈ ലാൻഡറും വിക്രമും ഉണ്ടല്ലോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാന്ന് ചോദിച്ചു. ചന്ദ്രയാൻ 3 ലാൻഡറും റോവറും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എത്ര ദിവസത്തെയാണെന്ന് ചോദിച്ചു. എത്ര ദിവസത്തെ? 14 ഭൗമ ദിവസത്തെയാണ്. 14 ഭൗമ ദിവസത്തെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഒരു പരീക്ഷയ്ക്ക് അത് ചോദിച്ചാൽ. അതുപോലെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ ചന്ദ്രയാൻ 3 റോവറിന്റെ താഴെ എന്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷകൾക്കാ ചോദിച്ചത്. ചന്ദ്രയാൻ 3 റോവറിന്റെ താഴെ എന്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്ന് ചോദിച്ചായിരുന്നു. ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അതും പരീക്ഷയ്ക്ക്. ആ ചന്ദ്രയാൻ 3 നല്ലോണം ഒന്ന് നോക്കിയിട്ട് പോണേ. ആ ഒരു ബഹിരാകാശ നേട്ടങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഇപ്പം ജനുവരിയിൽ 100ാമത്തെ പേടകമൊക്കെ ISRO വിക്ഷേപിച്ചില്ലായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പം നമ്മൾ സുനിത വില്യംസിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം എന്താന്ന് നോക്കെ. താഴെ പറയുന്നതിൽ നവോത്ഥാന സംഘടനകൾ തെറ്റായ ജോഡി ഏതെന്ന്? ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ. ശരിയാണ് അല്ലെ? ആത്മവിദ്യാസംഘം ആരുടെ ആയിരുന്നടെ? വാഗ്ഭടാനന്ദൻ. ഏത് വർഷമാണ് ആത്മവിദ്യാസംഘം? 1917 17. ജാതിനാശിനി സഭ ആഗമാനന്ദ സ്വാമികൾ. തെറ്റല്ലേ? ജാതിനാശിനി സഭ ആരുടെയാണ്? ആനന്ദ തീർത്ഥന്റെ. 1933 ആനന്ദ തീർത്ഥന്റെയാണ് ജാതിനാശിനി സഭ. ആനന്ദ മഹാസഭയാരുടെയാ? ബ്രഹ്മാനന്ദ ശിവയോഗി. ശരിയാണ്. ഗ്രേറ്റ് ഈഴവ മഹാസഭയാരുടെയാ? ഡോക്ടർ പൽപുവിന്റെയാണ് അല്ലെ? ഡോക്ടർ പൽപു. അപ്പൊ അവിടെ തെറ്റ്. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥനാണ്. 1933. അപ്പൊ ആഗമാനന്ദ സ്വാമികളെ നമ്മൾ എന്താ പഠിക്കുന്നത്? ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആഗമാനന്ദ സ്വാമികളെ അല്ലേ? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആഗമാനന്ദ സ്വാമികളെയാണ്. പ്രബുദ്ധ കേരളം എന്ന പത്രം ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രബുദ്ധ കേരളം എന്ന പത്രം ആരുടെയാണ്? ആഗമാനന്ദ സ്വാമികളെ. പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരുടെയാ? സ്വാമി വിവേകാനന്ദന്റെ. സ്വാമി വിവേകാനന്ദന്റെ പത്രം പ്രബുദ്ധ ഭാരതവും ആഗമാനന്ദ സ്വാമികളുടെ പത്രം പ്രബുദ്ധ
കേരളവുമാണ്. അപ്പൊ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആഗമാനന്ദ സ്വാമികൾ. ജാതിനാശിനി സഭാരുടെയുടെ ആനന്ദ തീർത്ഥൻ ഏത് വർഷമാ വന്നത്? 1933. SNDP വന്ന വർഷം എന്ന? SNDP വന്നത് 1903 അല്ലെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാ? അത് അയ്യങ്കാളി 1907. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907. SNDP ആരാ? 3 ശ്രീനാരായണ ഗുരു, 7 സാധുജന പരിപാലന സംഘം. അതേ വർഷം തന്നെ 1907 പണ്ഡിറ്റ് കറുപ്പൻ എന്ത് കൊണ്ടുവന്നു? പണ്ഡിറ്റ് കറുപ്പൻ കൊണ്ടുവന്നത് അരേ സമാജം. അരേ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. 1908 എന്താണ് വന്നത്? 8 യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908. 1909 എന്താണ് വന്നത്? 9 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ യോഹന്നാന്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഏത് വർഷമാണ്? 1909. 1914 എന്താണ് വന്നത്? 14 മന്നത്ത് പത്മനാഭന്റെ NSS വന്ന വർഷം 1914. 1917 2 വന്നല്ലോ. ഏതൊക്കെയായിരുന്നു 2? ഒന്നാമത്തത് സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘവും വാക്പടാനന്ദന്റെ ആത്മവിദ്യാ സംഘവും കൊണ്ടുവന്നതാര്? 1917. സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘവും വാക്പടാനന്ദന്റെ ആത്മവിദ്യാ സംഘവും ഏത് വർഷമാണ്? 1917. സഹോദരൻ അയ്യപ്പൻ 2 പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നില്ലേ? ഏതൊക്കെയാ? ഒന്നാമത്തത് സഹോദരൻ അയ്യപ്പൻ നമ്മളെ സഹോദര സംഘം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സഹോദര സംഘം അദ്ദേഹത്തിന്റെ വേലക്കാരൻ എന്ന മാസിക ആരുടെയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മിശ്ര ഭോജനം എന്ന സംഘടന ആരുടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദര സംഘവും മിശ്ര ഭോജനവും എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ. ആദ്യത്തെ നവോത്ഥാന സംഘടന എന്ന് പറയുന്നത് സമത്വ സമാജമല്ലേ? കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന സമത്വ സമാജം. അത് ഏത് വർഷമായിരുന്നു? 1836. ആരാ? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. മുടിചൂടും പെരുമാൾ എന്ന് വിളിക്കുന്നത് വൈകുണ്ഠ സ്വാമികളല്ലേ. മുന്തിരി കിണർ സ്ഥാപിച്ചതും സമപന്തി ഭോജനം കൊണ്ടുവന്നതും വൈകുണ്ഠ സ്വാമികൾ. അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. അഖിലത്തിരിട്ട്, അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ. അഖിലത്തിരിട്ട്, അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളെയാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? നാഗർകോവിൽ സാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് അല്ലെ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠ സ്വാമികളെയാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജന്റെ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ കറുത്ത നീജന്റെ ഭരണമെന്നും ഒക്കെ വിളിച്ചത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം ഏതാ? സമത്വ സമാജം. ഏത് വർഷമാ? 1836 സമത്വ സമാജം എന്ന് പറയുന്നത്. ചാനാലകളെ പിന്തുണച്ച നവോത്ഥാന നായകനും വൈകുണ്ഠ സ്വാമികൾ. ഏത് വർഷമാ? 1859 മെയിൻ ചാനാർലകള നടക്കുന്നത്. നമുക്ക് 2 ചാനാർലകളയുണ്ട്. ഒരു കൊച്ചു ചാനാർലകളയുണ്ട്. 1822 കൊച്ചു ചാനാർലകള. മെയിൻ ചാനാർലകള നടന്നത് 1859. അതിനെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ്? ചാനാർലകളെ തുടർന്ന് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളാണ് അല്ലെ. ഉത്രം തിരുനാൾ 1859 എന്നൊക്കെ കേൾക്കുമ്പോൾ ഉത്രം തിരുനാളാണ് അല്ലെ. നമ്മുടെ ആലപ്പുഴയിൽ പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറി ഒക്കെ കൊണ്ടുവരുന്നത് ഉത്രം തിരുനാളാണ്. ഇന്ത്യയിൽ 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാ? ഉത്രം തിരുനാളാണ്. അപ്പം ചാനാർലകള സമയത്ത് 1859 ആരാണ്? ഉത്രം തിരുനാളാണ്. 59 കേരളത്തിൽ എന്ത് വരുന്നത്? കയർ ഫാക്ടറി വരുന്നത്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നത്? ആലപ്പുഴയിൽ. ആദ്യ പോസ്റ്റ് ഓഫീസും വരുന്നത് ആലപ്പുഴയിൽ തന്നെ. 1857 പോസ്റ്റ് ഓഫീസും 1859 എന്ത് വരുന്നു? കയർ ഫാക്ടറിയും വരുന്നത് ഏത്? ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. ഉത്രം തിരുനാളിന്റെ കാലത്തെ മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം എന്താ? മാർത്താണ്ഡവർമ്മയുടെ അനിഴം തിരുനാൾ. അനിഴം തിരുനാളാണ് മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം. നമ്മുടെ ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ച ഒരു ഉടമ്പടി ഇല്ലേ? ആറ്റിങ്ങൽ കലാപം എന്ന 1721. അത് അവസാനിപ്പിച്ച ഉടമ്പടി ഏതാ? വേണാട് ഉടമ്പടി 1723 അല്ലെ. 21 ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ച ഉടമ്പടി, 23 വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ
രാജകുമാരനും തമ്മിലല്ലേ? അപ്പൊ വേണാട് ഉടമ്പടി ഏത് വർഷമാണ്? 1723 അല്ലെ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ആരാണ് മാർത്താണ്ഡവർമ്മ എന്ന കൃതി എഴുതിയതാരാ? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ കൃതികൾ എഴുതിയത് CV രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ കൃതികൾ എഴുതിയതാരാണ്? CV രാമൻ പിള്ള. ഈ CV രാമൻ പിള്ളയല്ലേ നമ്മുടെ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്? മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതും CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലുമായി അദ്ദേഹം ബന്ധപ്പെട്ട ഒരു കൃതിയാ വിദേശ മേധാവിത്വം. വിദേശ മേധാവിത്വം എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട CV രാമൻ പിള്ളയുടെ കൃതിയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ കൃതികൾ ആരുടെയാണ്? ഈ CV രാമൻ പിള്ളയാണ്. ഈ മാർത്താണ്ഡവർമ്മ എന്ന കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. ഇത് സിനിമയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ ഏതെന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മ. ആദ്യത്തെ നിരോധിക്കപ്പെട്ട സിനിമയും മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നിരോധിക്കപ്പെട്ട സിനിമ മാർത്താണ്ഡവർമ്മ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ മാർത്താണ്ഡവർമ്മ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ എഴുതിയത് ആരാണ്? അത് CV രാമൻ പിള്ള. CV രാമൻ പിള്ളയ്ക്ക് എന്താ വിശേഷണം? CV രാമൻ പിള്ളയ്ക്ക് വിശേഷണം കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ് അല്ലെ? കേരള ഹെമിംഗ്വേ ആരാ? കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരല്ലേ? എന്താ MT വാസുദേവൻ നായർ മരിച്ചത്? ക്രിസ്മസ് ദിനത്തിലാണ് അല്ലെ? 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ മരിക്കുന്നത്. 2024 ഡിസംബർ 25-ന് അദ്ദേഹം മരിച്ചു. ഡിസംബർ 26-ന് ആരാ മരിച്ചത്? മൻമോഹൻ സിംഗ് മരിച്ചു അല്ലെ? 2024 ഡിസംബർ 26-ന് മൻമോഹൻ സിംഗും ഡിസംബർ 25-ന് ആരാണ്? MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT. നിളയുടെ കവി ആരാ? നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരാണ്. കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? M മുകുന്ദൻ. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എഴുതിയത് M മുകുന്ദനാണ്. ഏതാ? നൃത്തം. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തമാണ്. M മുകുന്ദന്റെ നൃത്തമാണ്. ഓക്കെ, അപ്പൊ നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ് അല്ലെ? അതുപോലെ MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയല്ലേ കാലം എന്ന് പറയുന്നത്? ആണ്. MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കാലമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി അറിയാമോ? നാലുകെട്ട്. MTയുടെ ആദ്യത്തെ കൃതിയായിട്ട്, ആദ്യത്തെ നോവലായിട്ടൊക്കെ നമ്മൾ പറയുന്നത് നാലുകെട്ടിനെയാണ്. ലക്ഷണമൊത്ത ആദ്യത്തെ അംഗീകരിച്ച നോവലായിട്ടൊക്കെ നമ്മൾ പറയുന്നത് നാലുകെട്ടിനെയാണ്. അപ്പൊ MTക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് നാലുകെട്ടിലാണ്. നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി, കോന്തുണ്ണി എന്നീ കഥാപാത്രങ്ങൾ നാലുകെട്ടിലെ. കാലത്തിലെ കഥാപാത്രം പഠിച്ചു വെച്ചേരാ. സേതു എന്ന കഥാപാത്രം ആരുടെയാണ്? കാലം. MT വാസുദേവൻ നായരുടെ കാലം. MTക്ക് വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതാ? MTക്ക് വയലാർ അവാർഡ് രണ്ടാം ഊഴത്തിനാണ്. MTക്ക് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടാം ഊഴം. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT എഴുതിയ കൃതിയല്ലേ രണ്ടാം ഊഴം എന്ന് പറയുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ MTയുടെ ഏറ്റവും പ്രശസ്ത ഒരു കൃതിയാണ് മഞ്ഞ് ചോദിച്ചിട്ടില്ലേ? സർദാർജി, ബുദ്ധു, വിമല ഇതൊക്കെ MTയുടെ ഏത് കൃതിയിലാണ്? സർദാർജി, ബുദ്ധു, വിമല ഇതൊക്കെ MTയുടെ മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ. MTയുടെ മഞ്ഞിലെ കഥ. അതുപോലെ MT വാസുദേവൻ നായരുടെ വേറൊരെണ്ണം ഉണ്ട്, ഇരുട്ടിന്റെ ആത്മാവിലെ കഥാപാത്രം ചോദിച്ചിട്ടുണ്ട്. ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്നത് ഇരുട്ടിന്റെ ആത്മാവ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം അസുരവിത്തിലെയാണ്. MTയുടെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MTയുടെ ഏത് കൃതിയിലെയാണ്? അസുരവിത്തിലെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം MTയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കാലത്തിന്. MTക്ക് എന്നാ ജ്ഞാനപീഠം ലഭിച്ച വർഷം? ജ്ഞാനപീഠം ലഭിച്ചത് 1995-ലാണ്. MTക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്നാണ്? 1905. അപ്പൊ നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? MT വാസുദേവൻ നായരാണ്. നിള എന്നറിയപ്പെടുന്ന നദി ഏതാ? ഭാരതപ്പുഴ അല്ലെ? നിള, പേരാൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ബാരിസ്, ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? പമ്പ. ബാരിസ്, ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പമ്പ നദി. പമ്പ ഉത്ഭവിക്കുന്നത് ഏത് മലയിൽ നിന്നാ? പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചി മലയിൽ നിന്ന്. പതിക്കുന്നത് വേമ്പനാട്ടുകായൽ അല്ലെ? പമ്പ ഉത്ഭവിക്കുന്നത്
പുളിച്ചി മലയിൽ നിന്നും പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. പക്ഷെ നമുക്കൊരു പുരളി മലയില്ലേ? പുരളി മല ഏതാ? പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെ? കണ്ണൂര് പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? അത് പുരളി മലയാണ് അല്ലെ. കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയല്ലേ. കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കോട്ടയം കേരളവർമ്മ എന്നല്ലേ പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം? കോട്ടയം കേരളവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. നമുക്ക് രണ്ട് പഴശ്ശി വിപ്ലവങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97, രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കലാണ് അല്ലെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ വയനാട് പിടിച്ചടക്കലാണ് അല്ലെ. പഴശ്ശിരാജ എന്ന സിനിമ ആരുടെ ആയിരുന്നു? 2009 പുറത്തിറക്കിയ ഹരിഹരൻ അല്ലെ. പഴശ്ശിരാജ എന്ന സിനിമ ആരുടെ എന്ന് ചോദിച്ചാൽ ഹരിഹരൻ. അതിന്റെ തിരക്കഥാകൃത്തും MT വാസുദേവൻ നായരായിരുന്നു അല്ലെ തിരക്കഥാകൃത്തും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷമാ? 1917. വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമം എന്താ? കുഞ്ഞിക്കണ്ണൻ അല്ലെ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നതാണ് വാഗ്ഭടാനന്ദൻ. കണ്ണൂര് പാട്യം ഗ്രാമത്തിലല്ലേ വാഗ്ഭടാനന്ദൻ ജനിച്ചത്? കണ്ണൂര് പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനും വാഗ്ഭടാനന്ദനാണ്. കാഷായം ധരിക്കാത്ത സന്യാസി ആരാ? അത് ചട്ടമ്പി സ്വാമികളാ. കാഷായം ധരിക്കാത്ത സന്യാസി ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ അല്ലെ. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? അത് ചട്ടമ്പി സ്വാമികളാ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതിയല്ലേ പ്രാചീന മലയാളം. ഏറ്റവും പ്രധാന കൃതിയാ പ്രാചീന മലയാളം. ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട 4 കൃതികൾ പറഞ്ഞേടെ. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂല. കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമാണ് പത്മന. അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മൾ ജീവകാരുണ്യ ദിനമായിട്ട് ഓഗസ്റ്റ് 25 പറയാറുള്ളത്? 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഓഗസ്റ്റ് 25 ഏത് ദിനമായിട്ട് പറയുന്നത്? ജീവകാരുണ്യ ദിനം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അല്ലെ. ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ 2-3 കൃതികളൊന്ന് ഓർത്തു നോക്കെ. ശ്രീനാരായണ ഗുരുവിന്റെ 2-3 കൃതികൾ. ഒന്ന് നവമഞ്ചരി, അദ്ദേഹത്തിന്റെ കൃതിയാണ്. ആത്മോപദേശ ശതകം അല്ലെ. നവമഞ്ചരി, ആത്മോപദേശ ശതകം, അതുപോലെ ജാതി മീമാംസ ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആയിരുന്നു അല്ലെ. ആത്മോപദേശ ശതകം, ജാതി മീമാംസ, ദർശനമാല, ദൈവദശകം ഇതൊക്കെ ആരുടെ? ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമാണ്? 1888 അല്ലെ. ശിവപ്രതിഷ്ഠയാണ്. ശിവക്ഷേത്രം വന്നത് 1887-ലും ശിവപ്രതിഷ്ഠ വന്നത് 1888-ലുമാണ് ശ്രീനാരായണ ഗുരു അല്ലെ. 1888 വേറെണ്ണം നമ്മൾ പഠിച്ചിട്ടില്ലേ? മലയാള മനോരമ പത്രം വന്ന വർഷം അല്ലെ. 1888 കോട്ടയം ജില്ലയിൽ നിന്നല്ലേ സ്ഥാപിക്കുന്നത് മലയാള മനോരമ പത്രം. 1888 വരുന്നു. 1928 അത് ദിനപത്രമായിട്ട് വരുന്നുണ്ട് മലയാള മനോരമ. ആരാ സ്ഥാപിച്ചത്? മലയാള മനോരമ പത്രം കോട്ടയത്ത് ആരാ സ്ഥാപിച്ചത്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. എന്നാ മാതൃഭൂമി പത്രം വരുന്നത്? മാതൃഭൂമി പത്രം വരുന്നത് 1923 കോഴിക്കോട് നിന്നാണ്. അപ്പൊ മലയാള മനോരമ പത്രം 1888 നമ്മുടെ കോട്ടയത്ത് നിന്ന് 1923 മാതൃഭൂമി പത്രം കോഴിക്കോട് ജില്ലയിൽ. അതാരാ സ്ഥാപിച്ചത്? മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവ മേനോൻ. KP കേശവ മേനോന കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോന. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവ മേനോന. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. കേട്ടോ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹത്തെ എവിടെയാ കേട്ടെ? ബാരിസ്റ്റർ GP പിള്ളയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മലയാളി മെമ്മോറിയലിന്റെ നേതാവാര്? മലയാളി മെമ്മോറിയലിന്റെ നേതാവാരെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയല്ലേ. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ആരാ? ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനെന്നും തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാലൊക്കെ ബാരിസ്റ്റർ GP പിള്ള. മലയാളി
മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാ? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഏത് രാജാവിനാ കൊടുക്കുന്നത്? ശ്രീമൂലം തിരുനാളിനാ കൊടുക്കുന്നത് അല്ലെ. 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും. നമുക്കൊരു രണ്ടാം ഈഴവ മെമ്മോറിയൽ ഉണ്ടല്ലോ, അത് ഏത് വർഷമാ? രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. അതാർക്കാ കൊടുത്തേ? കട്സൺ പ്രഭുവിന്. 1900 കട്സൺ പ്രഭുവിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. കട്സൺ പ്രഭു അന്ന് വരുമ്പോഴാ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നൊക്കെ വിളിച്ചത് അല്ലെ. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ച വൈസ്രോയി ആരാണ്? കട്സൺ പ്രഭു. അപ്പൊ രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 ആർക്കാണ് കൊടുക്കുന്നത്? കട്സൺ പ്രഭുവിനാണ്. നമുക്ക് തിരിച്ചു വരാം, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനേ ആയുള്ളൂ. അപ്പൊ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദന്റെ, സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടെ, SNDP ശ്രീനാരായണ ഗുരു, NSS മന്നത്ത് പത്മനാഭൻ, സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയെ കുറിച്ച് പറയുന്ന ഒത്തിരി ഉണ്ട്. വില്ലുവണ്ടി യാത്ര 1893 വില്ലുവണ്ടി യാത്ര. പുലയലകള അഥവാ ഊരട്ടമ്പല ലകള 1915. കല്ലുമാല സമരം അഥവാ പെരിനാട് സമരം 1915 അല്ലെ. 15 ഇതൊക്കെ ആരുടെയാ? അയ്യങ്കാളിയുടെ. ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ അടുത്ത സഹോദരൻ അയ്യപ്പന്റെ പ്രസ്ഥാനം, സഹോദര പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി കവിയായ വിനോദ് കുമാർ ശുക്ല. ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആർക്കായിരുന്നടെ? വിനോദ് കുമാർ ശുക്ല. ഏത് ഭാഷയ്ക്കാ? ഹിന്ദി ഭാഷയ്ക്കാണ്. എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം? 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു കേട്ടോ. എത്രാമത്തെയാണ്? 50. എന്ന് മുതലാണ് ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠ പുരസ്കാരം? 1965 ഏർപ്പെടുത്തിയത്. ആദ്യം ലഭിച്ചത് ആർക്കാ? ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് അല്ലെ. ഓടക്കുഴലിന് 65 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലെ. ഇത്രയും പേർക്കല്ലേ മലയാളികൾക്ക് കൊടുത്തിട്ടുള്ളൂ. 65 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഈ വർഷം ആർക്കായിരുന്നു കിട്ടിയത്? വിനോദ് കുമാർ ശുക്ല ഹിന്ദി കവിക്കാണ്. കഴിഞ്ഞ വർഷം ലഭിച്ചത് ആർക്കാ? അത് ഗുൽസാറിനും രാമഭദ്രാചാര്യ 2 പേർക്ക് കൊടുത്തായിരുന്നു അല്ലെ. ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത കവിയായ രാമഭദ്രാചാര്യക്കാണ് 2023 ജ്ഞാനപീഠ പുരസ്കാരം. എത്ര ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം? 11 ലക്ഷം രൂപയാണ്. ജ്ഞാനപീഠ പുരസ്കാരം എത്ര ലക്ഷമാണ്? 11 ലക്ഷം രൂപ. 22 ഭാഷകളിലേക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത്. 11 ലക്ഷം രൂപയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയുടെ പേര് അറിയാമോ? ആദ്യ വനിത ആശാ പൂർണ ദേവി. പ്രഥം പ്രദശ്രുതി 1976 പ്രഥം പ്രദശ്രുതി എന്ന് പറയുന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ലഭിച്ചു. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? പ്രഥം പ്രദശ്രുതി എന്ന് പറയുന്ന കൃതിക്ക് ആശാ പൂർണദേവി. അപ്പൊ ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ്. രണ്ടാമത് ലഭിച്ചത് താരാശങ്കർ ബന്ദോപാധ്യായക്കാണ് കേട്ടോ. രണ്ടാമത് ലഭിച്ചത് താരാശങ്കർ ബന്ദോപാധ്യായ. മലയാളി ആകുമ്പോഴാണ് SK പൊറ്റക്കാട്. മലയാളിയിലെ ആദ്യത്തെ നോവലിസ്റ്റും SK പൊറ്റക്കാടാ. ജി ശങ്കരക്കുറുപ്പ് കവിയാണ് കേട്ടോ. ആദ്യ ജ്ഞാനപീഠം ലഭിച്ച മലയാളി നോവലിസ്റ്റ് എന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാട് എഴുതാവും കേട്ടോ. 80 SK പൊറ്റക്കാട്. കോഴിക്കോടിന്റെ കഥാകാരനാണ് SK പൊറ്റക്കാട്. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. എന്റെ വഴിയമ്പലങ്ങൾ. SK പൊറ്റക്കാടിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ വഴിയമ്പലങ്ങൾ. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. സരസ്വതി സമ്മാനം എത്ര ലക്ഷം? സരസ്വതി സമ്മാനം 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാനം. ജ്ഞാനപീഠം 11. ഈ വർഷം 59ാമത്തെ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്ക് ഏത് ഭാഷയ്ക്കാണ്? ഹിന്ദി കവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ ഭാഷയൊക്കെ ഇത് പഠിച്ചത്. അടുത്തത് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് പ്രവീൺ കുമാറിനാണ്. പ്രവീൺ കുമാർ ഏത് മേഖലയിലെ മികവ് തെളിയിച്ചതിനാണ് കിട്ടിയിരിക്കുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. പ്രവീൺ കുമാർ. എത്ര പേർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഖേൽരത്ന പുരസ്കാരം? നമ്മുടെ കായിക മേഖലയിൽ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമല്ലയുടെ ഖേൽരത്ന പുരസ്കാരം. ഖേൽരത്ന പുരസ്കാരം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ആർക്കൊക്കെ കിട്ടി? ഒന്ന് നമ്മുടെ ഡി ഗുഗേഷിന് കിട്ടി അല്ലെ. ഡി ഗുഗേഷിന് കിട്ടി. ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ്. രണ്ടാർക്ക് കിട്ടി? രണ്ട് നമ്മുടെ ഹോക്കി ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗിന് കിട്ടി. ഹർമൻപ്രീത് സിംഗിന് കിട്ടി. മൂന്നാമത്തെ ആർക്ക് കിട്ടി? ഷൂട്ടിംഗ് താരമായ മനു ഫാക്കറിന് കിട്ടി. മനു ഫാക്കറിന് കിട്ടി. നാലാമത്തെ ആർക്കാണ് കൊടുത്തത്? നാലാമത്തത് നമ്മുടെ പാരാ ഒളിമ്പിക്സ് താരമായ ഹൈ ജമ്പ് താരമായ പ്രവീൺ കുമാറിനാണ്. അപ്പൊ 4 പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ത് കൊടുത്തത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരം കൊടുത്തത്.
ഖേൽ രത്ന പുരസ്കാരം കിട്ടിയ 4 പേര്: ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി ക്യാപ്റ്റൻ, ഷൂട്ടിംഗ് താരം മനു ഫാക്കർ, പ്രവീൺ കുമാർ ഹൈ ജമ്പ് പാരാ ഒളിമ്പിക്സ് താരം. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ഉത്തരം ഏതാണ്? ഹൈ ജമ്പ് താരമാണ്, പാരാ ഒളിമ്പിക്സ് താരമായിരുന്നു. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ, പത്രങ്ങൾ എന്നിവയിൽ ശരിയായ ജോഡി ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ശരിയായി ബഹിഷ്കൃത ഭാരതം സ്വാമി വിവേകാനന്ദൻ എന്ന്. ശരിയാണോ? തെറ്റാ. ബഹിഷ്കൃത ഭാരതം അല്ല, പ്രബുദ്ധ ഭാരതമുണ്ട്. ബഹിഷ്കൃത ഭാരതം ആർക്ക് കൊടുക്കാം? BR അംബേദ്കറിനാണ് കൊടുക്കുന്നത്. BR അംബേദ്കറിന്റെ പത്രമാണ് ബഹിഷ്കൃത ഭാരതം, മൂകനായക് എന്നീ പത്രങ്ങൾ. സ്വാമി വിവേകാനന്ദന് കൊടുക്കേണ്ടത് പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രം. അടുത്തത് അൽ ഹിലാൽ എന്ന പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അതും തെറ്റാ അല്ലെ. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമായിരുന്നു അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് 40 മുതൽ 46 വരെ തുടർച്ചയായി INC-യുടെ പ്രസിഡന്റ് ആയത് മൗലാന അബുൽ കലാം ആസാദ് അല്ലേ. 40 മുതൽ 46 വരെ. അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമര സമയത്തൊക്കെ INC-യുടെ പ്രസിഡന്റ് ആയിരുന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയുന്നത്? മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്. എന്നാ വിദ്യാഭ്യാസ ദിനം? നവംബർ 11. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പറഞ്ഞേ. മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അല്ലെ. അപ്പൊ 2 പത്രങ്ങൾ പറഞ്ഞേടെ. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ മൗലാന അബുൽ കലാം ആസാദിന്റെയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11, വിദ്യാഭ്യാസ ദിനം. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, 40 മുതൽ 46 വരെ തുടർച്ചയായി INC-യുടെ പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. കോമൺവീൽ എന്നീ പത്രം ആനി ബസന്റ്. ശരിയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരുടെയാ? ആനി ബസന്റിന്റെയാണ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയാ. 3-ാമത്തെ 4-ാമത്തെ ശരിയാ. 1ഉം 2ഉം തെറ്റാണ്. ശരിയാണല്ലോ. അപ്പം ബഹിഷ്കൃത ഭാരതവും മൂകനായകും BR അംബേദ്കർ, അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. അവിടെ കിടക്കുന്നുണ്ട് ഒരു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ അല്ലേ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അല്ലേ. അദ്ദേഹത്തിന്റെ പത്രം ഓർമ്മയുണ്ടോ? അൽ അമീൻ. അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ. അപ്പൊ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അപ്പൊ അൽ ഹിലാൽ ആരുടെയാണ്? മൗലാന അബുൽ കലാം ആസാദ്. 2-3 പത്രങ്ങൾ ചോദിച്ചോട്ടെ. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരുടെ? വന്ദേ മാതരം അത് നമ്മുടെ ലാലാ ലജ്പത് റായ് അല്ലെ. വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായ്. നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ആരുടെയാ? നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ് നാഷണൽ ഹൊറാൾഡ്. ക്രൊമേഡ് എന്ന പത്രം ആരുടെ? ക്രൊമേഡ് മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ് ക്രൊമേഡ്. ബോംബെ ക്രോണിക്കിൾ ആരുടെയാ? ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. ലീഡർ എന്ന പത്രം ആരുടെ? ലീഡർ എന്ന പത്രം മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയുടെ പത്രമാണ് ലീഡർ എന്ന് പറയുന്നത്. ഷോം പ്രകാശ് എന്ന മാസിക ആരുടെയാണെന്നറിയാമോ? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെയാണ് ഷോം പ്രകാശ് എന്ന മാസിക. അപ്പൊ ന്യൂ ഇന്ത്യൻ കോമൺവെൽത്ത് ആരുടെ? ആനി ബസന്റ്. കേസരി മറാത്ത ആരുടെയാ? ബാലഗംഗാധര തിലക് അല്ലെ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കേസരി ഏത് ഭാഷയിലാ? കേസരി മറാത്ത ഭാഷയിലും മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ് അദ്ദേഹം ഇറക്കിയത്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ ഇതൊക്കെ ആരുടെ പത്രമാ? സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ ഒക്കെ നമ്മുടെ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൾ അക്ബർ. അപ്പൊ നേഷൻ എന്ന പത്രമാരുടെയാ? ഗോപാലകൃഷ്ണ ഗോഖലെ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെയാ? ആനി ബസന്റ് അല്ലെ. ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പം ഇത് ഏതൊക്കെയാണ് ശരി എന്നാ ചോദിച്ചത്. അപ്പൊ 3ഉം 4ഉം ശരിയാണ് എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നതിൽ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 2 ആണെന്ന്. ശരിയാണോടെ? ആണ്. ഭാഗം 2 പറഞ്ഞേ. എല്ലാം ഒന്ന് പറഞ്ഞേ. ഭരണഘടനയുടെ ഭാഗങ്ങൾ. ഭാഗം 2 പൗരത്വം, ഭാഗം 3 മൗലികാവകാശം, ഭാഗം 4 നിർദ്ദേശകതത്വം, ഭാഗം 4A ഏതാ? മൗലിക കർത്തവ്യങ്ങൾ, ഭാഗം 5 പാർലമെന്റ്, രാജ്യസഭ ലോകസഭയൊക്കെ ഭാഗം 5ല. അപ്പം ഭാഗം 2, ഭാഗം 1 നിങ്ങൾക്കറിയാം, യൂണിയനും പ്രദേശങ്ങളും. അപ്പം ഭാഗം 2 പൗരത്വം, ഭാഗം 3 മൗലികാവകാശം, ഭാഗം 4 നിർദ്ദേശകതത്വം, ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ, ഭാഗം 5 ഏതാണ്? പാർലമെന്റിനെ. ഓരോന്നും ഏത് രാജ്യത്ത് നിന്നാ കടമെടുത്തതെന്ന് പറഞ്ഞേ. പൗരത്വം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാ? ഇന്ത്യയിലുള്ളത് ഏക പൗരത്വമാണ്. ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടനിൽ
നിന്നും. ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലിക അവകാശം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അല്ലെ, മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതുപോലെ പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നല്ലേ ആണ്. പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ്, റിട്ടുകള് ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ ഇന്ത്യയിലെ ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടനിൽ. ഇതൊക്കെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 5 to 11 ശരിയാണോ? ആണ്. 5 മുതൽ 11 പൗരത്വം, 12 to 35 മൗലികാവകാശം, 36 to 51 ഏത് പറയുന്നത് നിർദ്ദേശക തത്വം, 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ 5 മുതൽ 11 വരെ പൗരത്വം, 12 to 35 മൗലികാവകാശം, 36 to 51A നിർദ്ദേശക തത്വം, 51A ഏതാണ്? 51A എന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ അതും ശരി തന്നെ. അപ്പൊ അടുത്ത ഏതാ? ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത് 50-ലാണെന്ന്. ശരിയാണോ? അല്ല, പൗരത്വ വർഷം 55ആണ്. പൗരത്വ വർഷം ഏത് വർഷമാണ്? 1955 ആണ്. അയിത്തോച്ചാടന വർഷം, അയിത്ത നിരോധന വർഷം 55 പൗരത്വ വർഷം ഏതാണ്? 1955 ആണ്. അപ്പൊ അവിടെ അത് തെറ്റാണ്. ഓക്കെ, പൗരത്വം എന്ന് പറയുന്നത് 55. വേറൊരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടില്ലേ? SBI വന്ന വർഷം അല്ലെ? SBI വന്ന വർഷം 55-ലല്ലേ? 1921 വന്ന ഇമ്പീരിയൽ ബാങ്ക് ആണ് 55 എന്തായിട്ട് മാറുന്നത്? SBI ആയിട്ട് മാറുന്നത് അല്ലെ? ഇമ്പീരിയൽ ബാങ്ക് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ബറോഡ ബാങ്ക്. മൂന്നാമത്തത് ഏതാ? പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെ? നേരത്തെ പഞ്ചാബാണ്, ഇപ്പൊ മാറി ബറോഡയായി അല്ലെ? ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI, രണ്ടാം സ്ഥാനത്ത് ബറോഡ ബാങ്ക്, മൂന്നാം സ്ഥാനത്ത് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെ? SBI എന്നാണ് വന്നത്? 55. ആ വർഷം തന്നെ SBI ദേശസാൽക്കരിക്കുന്നത്. 55 തന്നെയാണ് SBI ദേശസാൽക്കരിക്കുന്നത്. SBIയുടെ സ്ഥാപക ചെയർമാൻ മലയാളിയാണ്. SBIയുടെ സ്ഥാപക ചെയർമാൻ ജോൺ മത്തായി ആണ്. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരാണ്? ജോൺ മത്തായി. ജോൺ മത്തായി എവിടെ പഠിച്ചിട്ടുള്ളത്? ജോൺ മത്തായി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൊത്തം 17 മലയാളികൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം എത്ര? 17. അങ്ങനെ അതില് യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്ന് പോയ മലയാളിയുടെ പേരാണ് ജോൺ മത്തായി. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നും അംഗമായ മലയാളി ആരാണ്? ജോൺ മത്തായി. പിന്നെന്താ പഠിക്കുന്ന ജോൺ മത്തായി? കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യത്തെ മലയാളി. കേന്ദ്ര ക്യാബിനറ്റിൽ മന്ത്രിയാകുന്ന അംഗമാകുന്ന ആദ്യത്തെ മലയാളി ആരാ? ജോൺ മത്തായി. ഇനിയുണ്ടല്ലോ 1957 വന്ന കേരള യൂണിവേഴ്സിറ്റിയിലൂടെ കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോൺ മത്തായി. 1957 വന്ന കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ജോൺ മത്തായി. 57-ലാണ് കേരള സർവകലാശാല വരുന്നത്. 20 വർഷം കുറഞ്ഞാല് 37-ല് തിരുവിതാംകൂർ സർവകലാശാല വരും. ഇതാണ് 57 കേരളയാക്കി മാറ്റുന്നത്. അപ്പൊ 1937 എന്ത് വന്നു? തിരുവിതാംകൂർ സർവകലാശാല വരുന്നു. ആരാ കൊണ്ടുവരുന്ന തിരുവിതാംകൂർ സർവകലാശാല? ചിത്തിര തിരുനാൾ. 37 എന്നൊക്കെ പറയുമ്പോൾ ചിത്തിര തിരുനാളാണല്ലോ. അപ്പൊ ചിത്തിര തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ സർവകലാശാല വരുന്നത്. ഏത് വർഷമാണ്? 37. ഒന്ന് കുറച്ച് നോക്ക്. 36-ൽ എന്താ? നമ്മുടെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്ന വർഷം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നതും 1936-ലാണ്. എന്തിനെ തുടർന്ന് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത്? 32-ലെ നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് അല്ലെ? 32-ലെ നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് 36-ലാണ് എന്ത് വരുന്നത്? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത്. ആരുടെ കാലഘട്ടത്തിൽ? ചിത്തിര തിരുനാളിന്റെ കാലത്ത്. 36-ലല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന ഡേറ്റോട് കൂടി എന്ന് പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 അല്ലെ? നവംബർ 12 ആരാ എഴുതിയത് ക്ഷേത്രപ്രവേശന വിളംബരം? ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് അല്ലെ? ഉള്ളൂരിന്റെ മഹാകാവ്യമല്ലേ ഏറ്റവും വലിയ മഹാകാവ്യം? ഉമാകേരളം. ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാ? ചിത്രയോഗം. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം, വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗമാണ്. ഉള്ളൂരിന്റെ 2-3 വരികൾ ഓർമ്മയുണ്ടോ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വരികൾ: കാക്കേ കാക്കേ കൂടവിടെ, പ്രാവേ പ്രാവേ പോകരുതേ, നമുക്കുലുയരാം നടുവിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. നമുക്കുലുയരാം നടുവിൽ തിന്നാം നൽകുകിൽ നേടിയിടാം എന്നീ പ്രശസ്ത വരികൾ ആരുടെയാണ്? ഉള്ളൂരിന്റെ അല്ലെ? ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാ? ഉമാകേരളം. പിങ്കള, കർണഭൂഷണം ഇതൊക്കെ ഉള്ളൂരിന്റെ പ്രശസ്ത വരികളാണ്. അപ്പൊ വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാ? അത് ചിത്രയോഗം. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളമാണെങ്കിൽ വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗം. വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ
എഴുതിയ കൃതിയല്ലേ എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത്? വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ കൃതി ഏതാണ്? എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ആരാണ്? ഉള്ളൂരാണ്. എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12 അല്ലെ? ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ വരവും ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞ ഗാന്ധിജി വന്നതും 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്നാണ് അല്ലെ? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിളിച്ചതും എന്തിനാ? ക്ഷേത്രപ്രവേശന വിളംബരത്തെയായിരുന്നു അല്ലെ? 36 ഇവിടെ വൈദ്യുത സമരം നടന്നത്. കേരളത്തിൽ വൈദ്യുത സമരം തൃശ്ശൂര് നടന്നത് 1936. ആരാ നേതാവ്? വൈദ്യുത സമരത്തിന്റെ നേതാവ് ഇക്കണ്ട വാര്യർ. പിന്നെ ഉണ്ടല്ലോ 36 പട്ടിണി ജാഥ 36 1936 പട്ടിണി ജാഥ. ആരാ നയിച്ചത് പട്ടിണി ജാഥ? AKG. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് AKG പട്ടിണി ജാഥ നയിച്ചത്. AKGയുടെ ആത്മകഥയുടെ പേരെന്താ? AKGയുടെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത കഥ. പരീക്ഷയ്ക്ക് ഇപ്പം ചോദിച്ചതേ ഉള്ളൂ LDCക്ക്. എന്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലന്റെ ആത്മകഥ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ AKG ആണ്. കരുതൽ തടങ്കലിൽ പാർപ്പിച്ച ആദ്യത്തെ വ്യക്തിയും AKG ആണ്. ആദ്യത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്നതും AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി AKG ആണ്. അപ്പം ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി, ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്നത് AKG. AKGയുടെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത കഥ, മൈ ലൈഫ് സ്റ്റോറി. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്ത കൃതിയാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി AKG. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി അദ്ദേഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ AKG ആണ്. AKGയുടെ ജാഥ ഏതായിരുന്നു? പട്ടിണി ജാഥ അല്ലെ? അപ്പൊ നിവർത്തന പ്രക്ഷോഭം ഏത് വർഷം? 32. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് C കേശവനാണ് കേട്ടോ. C കേശവന്റെ സമരം ഓർത്തു വെച്ചിരിക്കണേ. കോഴഞ്ചേരി പ്രസംഗം 1935 പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം C കേശവന്റെ. 2 പ്രസംഗം ഉണ്ട് അദ്ദേഹത്തിന് അല്ലേ? കോഴഞ്ചേരി പ്രസംഗവും ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും. കോഴഞ്ചേരി പ്രസംഗവും ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും ആരുടെയാണ്? C കേശവന്റെ. മുതുകുളം പ്രസംഗം ആരുടെയാണ്? മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭന്റെയാണ്. മുതുകുളം പ്രസംഗം ആരുടെയെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് അല്ലെ? NSSന്റെ ആസ്ഥാനം അവിടെ തന്നെ. NSSും ചങ്ങനാശ്ശേരിയിലല്ലേ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏത് പറഞ്ഞു? പൗരത്വ നിയമം ഏത് വർഷമാണ്? 1955. പൗരത്വം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. താഴെ പറയുന്നതിൽ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് ഏതെന്ന്? കോൺവെക്സ് ലെൻസ്, നമുക്ക് കോൺവെക്സ് ലെൻസും ഉണ്ട് മിററും ഉണ്ട്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ശരിയാണ്, ദീർഘദൃഷ്ടിയാണ് കോൺവെക്സ്. എക്സ് അവസാനം ABCD X. അപ്പൊ അങ്ങ് ദീർഘം X അവിടെയാണ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് കോൺവെക്സ്. എന്താ മറ്റൊരു പേര് പറഞ്ഞ? ദീർഘദൃഷ്ടിയുടെ മറ്റൊരു പേര് ഹൈപ്പർമെട്രോപ്പിയ അല്ലെ? ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കുന്നത് കോൺവെക്സും മയോപ്പിയ പരിഹരിക്കുന്നതാണ് കോൺകേവ് അഥവാ കോൺകേവ് ഹ്രസ്വദൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. എക്സ് ഒന്ന് എഴുതി നോക്കെ. എക്സ് സ്മാൾ ലെറ്റർ എക്സോ ക്യാപിറ്റൽ ലെറ്റർ എക്സോ ഒന്ന് എഴുതി നോക്കെ. ഏതാണ്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പൊ നടുക്ക് ഭാഗം ഒരു കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ? മദ്യം കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞു വരും കേട്ടോ. അപ്പൊ അതിനെ എന്ത് വിളിക്കുന്നു? കോൺവെക്സ് ലെൻസ്. ശരിയാണ്, മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് കോൺവെക്സ് ആണ്. അതെന്ത് തെറ്റൊന്നുമില്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. ശരിയാണോ? അകറ്റൂ അല്ലേ? കോൺവെക്സ് ലെൻസ് അല്ലേ ഇവിടെ അടുപ്പിക്കേണ്ടത്? അത് തെറ്റാ. അകറ്റിയല്ല ചെയ്യുന്നത്, അടുപ്പിക്കുകയാണ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. അടുത്ത നോക്കേ. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. ശരിയാ, യഥാർത്ഥവും തലകീഴായതുമാണ് കോൺവെക്സ് ലെൻസിൽ പ്രതിബിംബം അല്ലെ? മറ്റേതിലാണ് മിഥ്യയായിട്ട് വരുന്നത്. കോൺകേവ് ലെൻസിലാണ് മിഥ്യയായിട്ട് വരുന്നത്. ഏതാ? നമ്മുടെ കോൺകേവ് ലെൻസിൽ വരുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ അതൊക്കെ പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ കോൺവെക്സ് മിറർ അല്ലെ? കോൺവെക്സ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ് അല്ലേ? വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഏതാണ്? കോൺവെക്സ് ആണ്. അതുപോലെ ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ, അതൊക്കെ കോൺകേവ്. ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നതും ഷേവിംഗ് മിറർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസന പുരസ്കാരം 2025 ലഭിച്ചത് നമ്മുടെ കൈതപ്പുറത്തിനാണ്.
2025 ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം. 24 ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസനാണ്. PK വീരമണിദാസനാണ് ഹരിവരാസനം 24 ലഭിച്ചത്. 25 ലഭിച്ചത് കൈതപ്രം ദാമോദരനാണ് അല്ലെ. എഴുത്തച്ഛൻ അവാർഡ് ഈ വർഷം ആർക്കായിരുന്നു? എഴുത്തച്ഛൻ അവാർഡ് NS മാധവൻ. NS മാധവനാണ് ഈ വർഷം ലഭിച്ചത്. വയലാർ അവാർഡ് ഈ വർഷം ലഭിച്ചത് ആർക്കാ? അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് അല്ലെ. അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവിനാണ് ഈ വർഷം വയലാർ അവാർഡ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കുട്ടികൾക്കിടയിൽ ആത്മഹത്യ പ്രവണത കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേര് നിനവ് എന്നതാണ്. നിനവ് സംസ്ഥാന പദ്ധതിയുടെ പേരെന്താണ്? നിനവ് എന്നതാണ് സംസ്ഥാന പദ്ധതിയുടെ പേര്. താഴെ പറയുന്ന കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ശരിയായ കാലക്രമം ശരിപ്പെടുത്താൻ ശരിയായ കാലക്രമം. കീഴറിയൂർ ബോംബ് കേസ് 42 ശരിയാണ്. ഇത് വർഷങ്ങൾ എഴുതി അല്ലേ? അതിപ്പോ ഞാൻ എഴുതല്ലേ എന്ന് നിങ്ങൾക്ക് എഴുതാൻ കാണിച്ചു തന്നതാണ്. വർഷങ്ങൾ എഴുതിയാൽ പിന്നെ ശരിയായ എഴുതി വെച്ചാൽ പോരെ. അപ്പൊ കീഴറിയൂർ ബോംബ് കേസ് ഏത് വർഷമാണ്? 1942 അല്ലെ. 1942 കീഴറിയൂർ ബോംബ് കേസ്. ഇനി ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കെ. 42. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ്? നിവർത്തന പ്രക്ഷോഭം 1932. പാലിയം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1947. വാഗൺ ട്രാജഡി ഏത് വർഷം? 1921 അല്ലെ. ഇതൊന്ന് ഓർഡറിലാക്കാനാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. 21 വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി സ്മാരകം എവിടെ? തിരൂര്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരാണ് അല്ലെ. നമ്മുടെ എഴുത്തച്ഛൻ ജനിച്ചതും തിരൂരല്ലേ? ആണ്. തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത്. എവിടെയെന്ന് ചോദിച്ചാൽ തിരൂര്. കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ബേപ്പൂർ മുതൽ തിരൂർ വരെ ഏത് വർഷമായിരുന്നു? 1861. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് ഏത് വർഷമാണ്? 1863. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് ഏത് വർഷം? 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ വർഷം. ഡൽഹൌസി പ്രഭു അല്ലേ റെയിൽവേയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭു. ഏത് വർഷമാ? ബോംബെ മുതൽ താന വരെ 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ 53. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് 1770 ഹിന്ദുസ്ഥാൻ ബാങ്ക് കേട്ടോ. കൊൽക്കത്തയിൽ വന്ന ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ 1770 ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ആദ്യത്തെ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 1899 വന്ന നെടുങ്ങാടി ബാങ്ക് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് കേട്ടോ. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 1772 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. 1772 ഏതാണെന്നറിയാമോ? അതായത് മലയാളത്തിലെ ആദ്യത്തെ കൃതി പ്രസിദ്ധീകരിച്ച വർഷം. മലയാളത്തിലെ ആദ്യത്തെ കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1772. ഏതാ? സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കൃതി ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. റോമിൽ വെച്ചാണ് പ്രസിദ്ധീകരിക്കുന്നത്. ക്ലെമൻ പിയാനോസ് പാതിരി. സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചത് ആരാണ്? റോമിൽ വെച്ച് ക്ലെമൻ പിയാനോസ് പാതിരി. ഏത് വർഷം? 1772. ഒരു 1773 നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1773 അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബോസ്റ്റൺ ടീ പാർട്ടി. അത് 73 അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ഏത് വർഷമാണ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അത് നോക്കണേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏത് വർഷം? അത് 1776. 73 ബോസ്റ്റൺ ടീ പാർട്ടി, 76 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. 76 അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാരാ? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാരാണ്? ജെയിംസ് മാഡിസൺ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയും ആദ്യത്തെ ഭരണഘടനയും ആർക്കെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് തന്നെയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയും ആദ്യത്തെ ഭരണഘടനയും എഴുതിയത് അമേരിക്കക്കാരാണ്. ഏറ്റവും വലിയ ഭരണഘടനയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ് പറയേണ്ടത്. അപ്പൊ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്നതാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. 1776 അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ അല്ലെ. ജോർജ് ഈ ഫിലാഡൽഫിയയിലല്ലേ 2 കോൺഗ്രസ് സമ്മേളനം നടന്നത്? കോണ്ടിനെന്റൽ, ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനവും രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം 1774-75 കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത് ആരാണ്? എവിടെയാണ്? അമേരിക്കയിലെ അവിടെ വെച്ചാണ് രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ നമ്മുടെ ജോർജ് വാഷിംഗ്ടണിനെ നേതാവായിട്ട് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ആ സ്വാതന്ത്ര്യ സമര കാര്യങ്ങൾ സ്കൂൾ ടെസ്റ്റിലുണ്ട്. അതൊന്ന്. അപ്പൊ കീഴറിയൂർ ബോംബ് കേസ് ഏത് വർഷം? 1948
അല്ലെ? ഇന്ത്യയിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതല്ലേ കീഴറിയൂർ ബോംബ് കേസ്? അതുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി നാടകം ചോദിക്കാറുണ്ട്. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് പറയുന്നത് കോഴിക്കോട് ഫറോക്ക് പാലം തകർക്കലല്ലേ കീഴറിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്? ആണ്, കോഴിക്കോട് ഫറോക്ക് പാലം. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ പേര് ചോദിച്ചിട്ടില്ലേ? എന്തായിരുന്നു ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വനിതയല്ലേ മാതങ്കിനി ഹസ്ര? മാതങ്കിനി ഹസ്ര, ഗാന്ധി ബുരി എന്ന ഒരു അപരനാമമുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത അറസ്റ്റ് വരിച്ച വനിത ആരാണ്? മാതങ്കിനി ഹസ്ര. എന്താ വിശേഷണം? ഗാന്ധി ബുരി എന്നാണ്. എന്നാ ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ആഗസ്റ്റ് 9 ആയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9 ആയിട്ട് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആഗസ്റ്റ് 8 ആണ്. ആഗസ്റ്റ് 9 ആണ് നമ്മുടെ ഏത് ദിനവും? നാഗസാക്കി ദിനവും ആഗസ്റ്റ് 9 അല്ലേ? ഹിരോഷിമ ദിനം ആഗസ്റ്റ് 6, നാഗസാക്കി ദിനം ആഗസ്റ്റ് 9 നമ്മൾ പറയാറുള്ളത് അല്ലെ? ലോകത്തിന്റെ സമാധാന നഗരം എന്ന് വിളിക്കുന്നത് ഹിരോഷിമയിലാണ് അല്ലെ? ഹിരോഷിമയിലിട്ട ബോംബിന്റെ പേര് ലിറ്റിൽ ബോയിയും നാഗസാക്കിയിലിട്ട ബോംബിന്റെ പേര് ഫാറ്റുമാൻ എന്നതുമാണ് അല്ലെ? നാഗസാക്കിയിലിട്ട ബോംബിന്റെ പേര് എന്താണ്? ഫാറ്റുമാൻ എന്നതാണ്. അതിനെ തുടർന്ന് പിന്നീട് ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വന്നതല്ലേ ഐക്യരാഷ്ട്ര സംഘടന? എന്ന ഐക്യരാഷ്ട്ര സംഘടന വരുന്നത് 1945 ഒക്ടോബർ 24. 45 ഒക്ടോബർ 24 അതുകൊണ്ട് UN ദിനം എന്നു ചോദിച്ചാൽ ഒക്ടോബർ 24 നമ്മൾ പറയുന്നത്. UN ദിനം എന്നു ചോദിച്ചാൽ ഒക്ടോബർ 24. ഈ UNOയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. അതുപോലെ കുട്ടികളുടെ സംഘടനയായ യുനിസെഫ് ഇല്ലേ? യുനിസെഫിന്റെ ആസ്ഥാനവും ന്യൂയോർക്ക് തന്നെയാണ് അല്ലെ? അതുപോലെ കുറച്ച് ആസ്ഥാനങ്ങൾ ചോദിച്ചോട്ടെ. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെ? ബെൽജിയത്തിലെ ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ്. നാറ്റോയുടെ ആസ്ഥാനവും ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് അല്ലെ? ബ്രസൽസ്. എണ്ണ കമ്പനിയായ ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെ? ഒപ്പക്ക് വിയന്ന. വിയന്ന ആണോ? ആസ്ട്രിയയുടെ തലസ്ഥാനം ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. രണ്ടെണ്ണം ഉണ്ട് വിയന്ന ആസ്ഥാനം. അതായത് ഒപ്പക്കും നമുക്കൊരു ആണവോർജ ഏജൻസി ഇല്ലേ IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEAയുടെ ആസ്ഥാനവും വിയന്ന തന്നെയാണ് കേട്ടോ. അപ്പം ഒപ്പക്കിന്റെ ആസ്ഥാനവും IAEAയുടെ ആസ്ഥാനവും എവിടെയാണ്? വിയന്ന തന്നെയാണ്. ഓക്കെ. ADBയുടെ ആസ്ഥാനം എവിടെയാണ്? ADB മനില, ഫിലിപ്പൈൻസിലെ മനില. സാർക്കിന്റെ ആസ്ഥാനം എവിടെ? സാർക്കിന്റെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം. ASEAന്റെ ആസ്ഥാനം എവിടെ? ASEAN ജക്കാർത്ത. ASEAന്റെ ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്ത. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആസ്ഥാനം, കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം എവിടെ? കോമൺവെൽത്തിൻ്റെത് ലണ്ടൻ ആണ്. ലണ്ടനിലാണ് കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആംനസ്റ്റി ഇന്റർനാഷണൽ ആസ്ഥാനവും ലണ്ടൻ തന്നെ. ആംനസ്റ്റി. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ? യുനെസ്കോ പാരീസ് അല്ലെ? യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. പോലീസ് സംഘടനയായ ഇന്റർപോളിന്റെ ആസ്ഥാനം എവിടെ? ഇന്റർപോള്. അതും പാരീസിലെ ലിയോൺസ്. പാരീസിലെ ലിയോൺസിലാണ് ഇന്റർപോളിന്റെ ആസ്ഥാനം. ലോക ബാങ്കിന്റെ IMFന്റെ ഒക്കെ ആസ്ഥാനം എവിടെ? വാഷിംഗ്ടൺ DC. ലോക ബാങ്കോ IMF എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. ലോക ബാങ്കിന്റെയും IMFന്റെയും ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 10 ചോദ്യങ്ങളായി ഒത്തിരി സമയം എടുത്തു എന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് ഓരോ ദിവസം നമുക്ക് കുറച്ച് റിവിഷനുമായിട്ട് വരാം. ഇനി നമുക്ക് ഭരണഘടനയും സുപ്രധാന നിയമങ്ങളൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നുണ്ട്. എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് റിവിഷനുമായിട്ട് വരാം. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഇത് പോയാലോ എന്ന് വെച്ചാണ്. എന്നാലും കുറച്ച് റിവിഷനെ നടത്തിയിട്ടുള്ളൂ. ഒന്ന് റിവിഷൻ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് റിവിഷൻ കേട്ടാൽ മതി. അപ്പൊ ആ ടച്ച് കിട്ടും ഓരോ ഭാഗം. ഇപ്പം തന്നെ കേരള സംഭവങ്ങളും ആ ഒരു ഭാഗം നവോത്ഥാനവും ഒക്കെ പറഞ്ഞപ്പോൾ ഏതൊക്കെയോ ടച്ച് കിട്ടിയില്ലേ? ആ ഒരു 10 ചോദ്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് കൂടുതലിട്ട് ബോറടിപ്പിക്കുന്നില്ല. നല്ലൊരു റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.